ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് തനുക്കി ഷാദി. സോ ആദ്യത്തെ ദിവസം ഇന്നലത്തെ മൊറോക്കൻ നൈറ്റ്സ് അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഒന്നും പറയണ്ട, സൈഡായി എന്ന് പറഞ്ഞ ഡാൻസും പാട്ടും കൂത്തുമായിട്ട് ഇന്ന് ഒരു എനർജിയിൽ ഉറക്കമൊക്കെ ഉണ്ട്. ഫുൾ അങ്ങോട്ട് തീർന്നു, സൗണ്ടും പോയി. കുറെ കാലത്തിന് ശേഷം ഒന്ന് വന്ന് തുള്ളിയതല്ലേ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. ഫുൾ വൈബ് ചെയ്യുന്നു. ടിക്കറ്റ് ഓൾമോസ്റ്റ് മുതലായി. ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണ് നിക്കാഹ് ഡേ. ഇന്നിപ്പോ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ പോയി ചെക്കനെ കൂട്ടി നേരെ പള്ളിയിൽ പോയി നിക്കാഹ് കഴിക്കും. ഡ്രസ് കോഡ് ഫുൾ കുർത്ത വൈബ്സാ കഴിച്ചു. കാറ് നിക്കാഹ് എത്തോന്ന് അറിയില്ല, ഏകദേശം 2:30 പറഞ്ഞു. ഇപ്പൊ 2:15. ബാക്കി പോകുന്ന വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണ് നിക്കാഹ്. നമ്മൾ മറ്റേ ഇളാമൻ്റെ വീട്ടിൽ നിന്ന് നേരെ കല്യാണ വീട്ടിലേക്ക് എത്തി. എല്ലാവരും റെഡിയാണ്. വണ്ടിയെല്ലാം സെറ്റാക്കിയിട്ട് ഇനി ഇവിടുന്ന് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി ചെക്കനെ കൂട്ടി പള്ളിയിൽ നിന്നാണ് നിക്കാഹ് ഗൈസ്. സോ നമുക്ക് ബാക്കി നിക്കാഹ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിക്കാഹിൻ്റെ കുറച്ച് ഫുട്ടേജ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ബാക്കി നിക്കാഹ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ സോ ഗൈസ്, നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. എല്ലാവരും അവരവരുടെ വണ്ടി എടുത്ത്, പിന്നെ ഒരു ചെറിയ ട്രാവലർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഇന്നോവൻ്റെ അടുത്ത് നമ്മളെല്ലാവരും ഇതിൽ കയറി. ഇനി പോകുന്ന വഴിക്ക് 1-2 ആൾക്കാരോട് പിക്ക് ചെയ്യാനുണ്ട്. അതും പിക്ക് ചെയ്ത് നേരെ ചെക്കൻ ധർമ്മടമാണ് ഗൈസ്. പെണ്ണ് ഫ്രം പയ്യാമ്പലമാണ് ഗൈസ്. സോ വി ആർ ഗോയിങ് ഫ്രം പയ്യാമ്പലം ടു ധർമ്മടം. സോ ഗൈസ്, നിക്കാഹിന് പുറത്തിറങ്ങിയതാ. പെട്ടി കിട്ടീന്. പെട്ടിൻ്റെ നമ്മളിതാ നയീം ബിൻ അലി താനിയ ഇസാഖ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം. ഓ, കിറ്റ്കാറ്റ്, ഒരു കിറ്റ്കാറ്റ് ഉണ്ട്, ഈത്തപ്പഴം, 2 ബദാം ഉണ്ട് ഗൈസ്. അപ്പോൾ നിക്കാഹ് ഏകദേശം കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചായയും കടിയും ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. രാവിലെ നൂൽപുട്ടും നല്ല ബീഫ് കറിയും തിന്നതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് സമൂസ കഴിയോടിതാ അയാനെ കൊണ്ട് എൻ്റെ പാർട്ണറെ കൊണ്ട് ആ ട്രെയിൻ സമൂസ അടുപ്പിച്ച് 5ാമത്തെ സമൂസ കഴിച്ചു. അടിപൊളി സമൂസ. വേണ്ട ഇവനില്ല, ഞാൻ എന്താക്കൂ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ഫോട്ടോഷൂട്ടിന് അവിടെ പോയെന്നാ. അപ്പോൾ ഷനുവണ്ണൻ ഒരു വീട്ടിൻ്റെ ഉള്ളിലല്ലേ ഒരു നമ്മളെ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയിന്. ഇപ്പോൾ ഷനുവണ്ണൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ആ ഫോട്ടോഷൂട്ടിൻ്റെ അവിടെ നിന്ന് വന്ന് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാര്യമെല്ലാം കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ്. നിക്കാഹ് ഏകദേശം പള്ളിയിൽ പോയി പരിപാടികളെല്ലാം കഴിഞ്ഞ് മഹറെല്ലാം കിട്ടി, അതെല്ലാം കഴിഞ്ഞ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തറിയോ, നമ്മളെ വീട്ടിൽ നിന്ന് ബ്രൈഡ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗ്രൂമിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ഇങ്ങോട്ടേക്ക് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രണ്ടൻ കോളേജിൻ്റെ വരാന്തരങ്ങളിൽ സൈഡുകളിലുമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് എങ്ങോട്ട് നോക്കൂ, ബ്രണ്ടൻ കോളേജ്. ഞാനും എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറായ അയാനും ഇപ്പോൾ ഇവിടെയുണ്ട്. ദേ ക്രിസ്റ്റ ഇവിടെയുമുണ്ട്. നമ്മൾ ഫുൾ കട്ട പോസ്റ്റാണ് ഗൈസ്. വെയിറ്റിങ്ങിലാണെന്നുള്ളത്. ഇതെപ്പോൾ വരുമെന്നറിയില്ല. ഒരെത്തുന്നവരെ നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കണം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ്. കണ്ടില്ല എന്ന് പറയണ്ട, എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നുള്ള ഡ്രസ്സാണ് ഗൈസ് ഇത്. മൈ മാരേജ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും കൂടി ഒന്ന് ഓടിപ്പിക്കാമെന്ന്. കുറേ കാലമായില്ലേ, 5-6 വർഷം മുമ്പ് ഇട്ടതാണ്. അതപ്പോൾ ഒന്നും കൂടി ഇട്ട് ഇപ്പോഴും ഫിറ്റാന്ന്. ഞാൻ കുറച്ച് തടിച്ചിനെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ, രസമില്ലടാ, ലുക്കല്ലേ. ഓ, ഇത് പിന്നെ അയാൻ്റെ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഗൈസ്. ലുക്കാന്ന്, ചെക്ക ലുക്കാന്ന്. പിന്നെ റെയ്ഹാൻ്റെ ഒന്ന് കാണിച്ചുതരാം, നമ്മളെ ക്യാമറാമാൻ്റെ ലുക്കൊന്ന് കാണിച്ചുതരാം. ഒന്ന് പോസ് ചെയ്. എന്തപ്പാ ഇയാളെന്തിനാ ഓണടിക്കുന്നത്? എത്തി ഗൈസ്, ഓരോ എത്തി ബാക്കിൽ കാർന്ന് പൊരിഞ്ഞ ഓണടിയാ. അപ്പോൾ നമ്മൾ പോട്ടെ, ബാക്കി ഫോട്ടോഷൂട്ടിൽ നമുക്ക് കാണുന്നത് കുറച്ച് മജയാക്കാം. ഓക്കെ ഗൈസ്, ഈ സൈനയില്ലേ, നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നേന്ന്. അപ്പുറത്തെ പ്രോപ്പർട്ടിയിലെ ഫോട്ടോ എടുക്കാൻ വന്നേ. അപ്പോൾ നമ്മൾ 2 കാറുണ്ടായിരുന്നു, കാറിലാണ് വന്നത്. അപ്പോൾ സൈന പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റിക്കോന്ന് പറഞ്ഞേ. നമ്മൾ ഫസ്റ്റ് ഇനോവ കയറ്റി, അതിനുശേഷം സൈനയും കയറ്റി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ചെക്കൻ്റെ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെക്കൻ്റെ ആരെങ്കിലും ആണോ, ഫാമിലി ആരാണെന്നെങ്കിൽ ആണെന്ന് ചോദിച്ചു. അപ്പം പറയാം, അല്ല ചോദിച്ചിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ആളെ വിളിച്ചിട്ട് ചോദിക്കുക ഒന്ന് പാർക്ക് ചെയ്യട്ടെ എന്ന്. ഈ സൈനൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഗൈസ് കമോൺ. ഇനി നമ്മൾക്ക് ഫോട്ടോഷൂട്ടിലേക്ക് പോകാം. ഈ പ്രോപ്പർട്ടിയിൽ വെച്ചാണ് ഗൈസ് ഫോട്ടോഷൂട്ട്. ഇതിവിടെ വമ്പിച്ച ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്നും പറയാനില്ല, ഫുള്ള് ക്യാമറാമാൻ, ഫോട്ടോഗ്രാഫേഴ്സ്, ചെക്കനും പെണ്ണും അതാ കെട്ടിപ്പിടിച്ച് എന്തെല്ലോ ചെയ്യുന്നുണ്ട്. നമ്മളെ ടീംസെല്ലാം ഇവിടെ സെറ്റാണ് ഗൈസ്. ഇതാണ് പ്രോപ്പർട്ടി. തനു എന്താ മോളെ, എന്താ പറ്റിയ, കൊച്ചി പോയാ? വമ്പിച്ച ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് ഇൻഡോറിൽ ഒരു ഔട്ട്ഡോർ സെറ്റപ്പുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ വീട്ടിൽ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. സൈനി ഇന്നെന്താ രാത്രി ഫുഡ്? വാവ്, ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ അടിച്ച് പാമ്പോ വേറെ കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ ഡാൻസും കാര്യങ്ങളില്ലേ കേട്ടോ? എന്ത് അടിപൊളിയല്ലേ? ഇന്നും ഞാനും അയാനും തമ്മിലുള്ള പോരാട്ടവും ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ നീ എന്തെങ്കിലും ഇന്ന് പഠിച്ചിനെ? അല്ലെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഓൺ ദ സ്പോട്ട് കളികളാണ്. ഓൺ ദ സ്പോട്ട് ആയിരിക്കുമല്ലോ ഡാൻസ്. ഓൺ ദ സ്പോട്ട് സ്റ്റെപ്സ് ഉണ്ടാക്കി കളിക്കുന്നതാണ് നമുക്ക് താല്പര്യം. ആദ്യം കൊറിയോഗ്രാഫി ചെയ്ത് കളിക്കുന്നത് നമുക്കൊരു താല്പര്യമില്ല അല്ലടാ. അപ്പോൾ ഗൈസ് അതെല്ലാം അപ്ഡേറ്റ്സ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് ഓക്കെ. Find the way. Oh, in English ഇങ്ങനെയും. Yeah, oh, way find the way. അത് മറ്റേ ചൈനീസ് मेरे मन ये बता दे तू किस ओर चला है तू क्या पाया नहीं तूने क्या ढूंढ रहा है जो है अनकही जो है अनसुनी वो बात क्या है पता കല്യാണത്തിൻ്റെ സെക്കൻഡ് ഡേ ഏകദേശം അൽക്കുൽത്ത് കവായിദായി ഗൈസ്. അതങ്ങനെ കഴിഞ്ഞ് ഇനി നമ്മളൊരു സാധനം മിസ് ചെയ്തത് കല്യാണപ്പെണ്ണിൻ്റെ റൂം. കണ്ണൂർ കല്യാണത്തിൻ്റെ വേറൊരു ഫാക്ടിങ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പെണ്ണ് കല്യാണം കഴിച്ചാൽ ചെക്കനെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരാം. നമ്മളെ കാലിക്കറ്റ് മാതിരിയല്ല. പെണ്ണ് ചെക്കനെ വീട്ടിലേക്ക് പോവില്ല, ചെക്കനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക ചെയ്യുക. അത് കണ്ണൂരുള്ളവർക്ക് അറിയാം. അപ്പം നമുക്കിനി ചെക്കന് വേണ്ടിയിട്ട് ഒരുക്കിയ റൂം നമുക്ക് കാണാം. തുറക്കുമനെ, ദിസ് ഈസ് ദ റൂം. ഇതാണ് ചെക്കനും പെണ്ണിനും പെണ്ണിൻ്റെ വീട്ടിൽ ഒരുക്കിയ റൂം, ചെക്കൻ്റെ വീട്ടിലല്ല ഗൈസ്. ഓക്കെ, ദിസ് ഈസ് ദ റൂം ഗൈസ്. അടിപൊളി റൂം, നല്ല സെറ്റപ്പിൽ ചെയ്തിന് ഗൈസ്. സൂപ്പർ കളർ കോമ്പിനേഷൻ, സൂപ്പർ എല്ലാ ഇൻറ്റീരിയേഴ്സും സൂപ്പർ, ബെഡ് സൂപ്പർ, എവറിത്തിങ് സൂപ്പർ, കബോർഡ് സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടമായി. ഓ, നല്ല ഏച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നില്ല ഗൈസ്. ക്ഷീണിച്ച് സൈഡായി. ഇനി ഇതാ ചെറുതായിട്ട് ഇവിടെ ഇതാ ഒരു മിററുണ്ട്. ദിസ് ഈസ് ദ മിറർ. യോ, ലെറ്റ്സ് ഹാവ് സം ഷേഴ്സ്. അതല്ല ഗൈസ്, ഇതാണ് മിറർ. ചെറിയൊരു ടേബിൾ, തന്നെ ഒരു മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ഇതാണ് ഗൈസ് ടോയ്ലറ്റ്, വാഷ്റൂം. ഓക്കെ, ഇവിടെ ഒരു ബേസിൻ സെറ്റപ്പ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓക്കെ, സോ ഗൈസ് അപ്പം അതായിരുന്നു സെക്കൻഡ് ഡേ ഓഫ് തനുക്കി ഷാദി. മോനെ നടുവിൽ ഒടിഞ്ഞ് ഗൈസ്. കുറേ കാലത്തിന് ശേഷം ഡാൻസും കാര്യങ്ങളെല്ലാം കളിച്ച് സൈഡായി. എനിവേസ്, ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം അതുവരെക്കും ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ദിസ് വ്ലോഗ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ഡേ ഓഫ് തനുക്കി ഷാദി. സോ ഗൈസ്, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. കല്യാണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ എൻജോയ്മെന്റിന്റെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇന്നലെയും ലേറ്റായി 3-3:30 മണിക്കാണ് കിടന്ന്. അതിനിടയ്ക്ക് കഫം കെട്ടിയാണ്, പനിയുണ്ട്, കംപ്ലീറ്റ്ലി ടയേർഡാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ എണീച്ച് മാറ്റി. കല്യാണം ഏകദേശം അവിടെ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ് ഇതാ 2 അളവന്മാരിൽ ഇപ്പോൾ പോകുന്നേ ഉള്ളൂ. വാട്ട് എ സിറ്റുവേഷൻ. പിറ്റി പോടാന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അതാ ഷെഫീനയുണ്ട്, ഷെഫീന ബാക്കിലുണ്ട് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാം.
സോ ഓഡിറ്റോറിയം ഇവിടെ അടുത്താണ്, പെണ്ണിൻ്റെ വീട്ടിലേക്കല്ല നമ്മൾ പോകുന്നത്. ഇനി ബാക്കി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ദിസ് ഈസ് ഹൗ ഐ ആം ലുക്കിംഗ് ടുഡേ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഗൈസ്. ബാക്കി ഔട്ട്ഫിറ്റ് ഒക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ ഫുഡ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് കല്യാണത്തിന് എന്നുള്ള ഫുഡ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ബിരിയാണി, ബീഫ് ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ ആണ് ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മസാലയിലാക്കിയിട്ട് ഒരു പീസ് ചിക്കനും കൂട്ടി. ഞാൻ ഓൾറെഡി കുറച്ച് കഴിച്ച ഗൈസ്, പിന്നെ ഓർമ്മ വന്ന് ഒരു പിടി വായിലിട്ട് വെക്കാം. കറക്റ്റ് കണ്ണൂർ കല്യാണ ബിരിയാണി. ഒരു വൈബ് തന്നെ. എത്ര കൊല്ലം അറിയാൻ തോന്നിട്ട് കണ്ണൂർ കല്യാണ ബിരിയാണി. ഒരു 10 വർഷമല്ലായി തോന്നുന്നു. ഒറ്റപ്പെടും ഇത് അതിനെ കഴിഞ്ഞു. സോ ഗൈസ്, കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ നമ്മൾ കുറച്ച് കാരണവന്മാർ മാത്രം ചെക്കനെ തേടാൻ പോകുന്നൊരു പരിപാടി ഉണ്ട് കണ്ണൂർ. ഇത് നമ്മൾ ഏകദേശം എത്തി. ചെക്കനെ വീട്ടിൽ പോയി ചെക്കനെ കൂട്ടിയിട്ട് ഇനി ഓഡിറ്റോറിയത്തിലേക്ക് വരണം. അതിനാണ് തേടാൻ പോവുക എന്ന് പറയാം. കണ്ണൂരിലെ ഓരോരോ ആചാരാചാരങ്ങളാണ് ഗൈസ്. സോ ബാക്കി ചെക്കനെ കൂട്ടിയിട്ട് കാണാം. ഓക്കെ. ഗൈസ്, നമ്മളെ പെണ്ണ് വരുന്നുണ്ട് ഗൈസ് സ്റ്റേജിലേക്ക്. ധാനിയ ഇതാ കടന്നു വരികയാണ് ഗൈസ്. ചെക്കൻ തേടുണ്ട്. ചെക്കൻ എണീച്ച് നിന്നിരിക്കുകയാണ് ഗൈസ്. പെണ്ണിതാ ഈ മന്ദം നടന്നു വരികയാണ്. ഫൈനലി അവർ ഒന്നിക്കുകയാണ് ഗൈസ്. സെൻട്രൽ സ്റ്റേജിലൂടെ അവർ കടന്നു കയറുകയാണ് ഗൈസ്. വാട്ട് എ മൊമെന്റ്. എത്ര കണ്ടാലും മടുക്കാത്ത മൊമെന്റ്സ് ഗൈസ്.